വർധനം ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ്. പണിമുടക്കുന്ന നഴ്സുമാർ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ബേബി മെമ്മോറിയൽ, ഇക്ര, മലബാർ, മൈത്ര ആശുപത്രികളിൽ നഴ്സുമാരാണ് പണിമുടക്കുന്നത്. സമരക്കാരോട് മാനേജ്മെന്റ് പ്രതിനിധികൾ അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ഇന്നലെ സംഘർഷം ഉണ്ടായിരുന്നു. സമരം അന്യായമെന്ന മാനേജ്മെന്റുകളുടെ നിലപാടിനോടുള്ള നഴ്സുമാരുടെ പ്രതികരണം എന്താണ്? കോഴിക്കോട് നിന്നും അനീഷ് ചേരുന്നു. അനീഷ്, നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഇത് അന്യായമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. നഴ്സുമാരുടെ ദിനം പ്രതി അവരുടെ സമരം ആളിക്കത്തുകയാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ നിലപാടിൽ ഒരു തരത്തിലുമുള്ള മാറ്റവുമില്ല. ഒരു സമവായ ചർച്ചയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? ചർച്ചകളിൽ യാതൊരു ഫോമുലയും ഇതുവരെ ഉരുത്തിരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലൊക്കെ നഴ്സുമാർ പണിമുടക്കി അവർ സമരം നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ മുൻവശത്ത് നൂറുകണക്കിന് നഴ്സുമാരാണ് അവർ പണിമുടക്കുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും ഇക്രയിലും മൈത്രയിലും ഒക്കെയുള്ള നഴ്സുമാർ പണിമുടക്കുന്നു. ആശുപത്രികളുടെ ഒരു പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല, കിടത്തി ചികിത്സ നടക്കുന്നില്ല. അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലേക്ക് മാറുന്നു. നമുക്കൊപ്പം ജാസ്മിൻ ഷാ ഉണ്ട്, UNAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഇപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നത് ഈ രോഗികളെ അനാവശ്യമായ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് നിങ്ങളുടെ സ്വീകരിക്കുന്നത്. നിങ്ങളൊരു സൂചനാ പണിമുടക്കിനുള്ള നോട്ടീസാണ് ആദ്യം നൽകിയിരുന്നത്. പക്ഷേ ഒരു പൂർണ്ണ പണിമുടക്ക് എന്ന രീതിയിലേക്ക് ആശുപത്രി മാനേജ്മെന്റിനോട് നോട്ടീസ് നൽകിയിരുന്നില്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അച്ചടക്ക നടപടിയെടുക്കാൻ അവർ നിർബന്ധിതരാവും എന്നാണ്. അല്ല, എനിക്ക് ചോദിക്കാനുള്ള മാനേജ്മെന്റ് അസോസിയേഷൻ ഇന്നാണോ ഇത് പണിമുടക്കായി സൂചനാ പണിമുടക്കല്ലാണ്ട് യഥാർത്ഥത്തിൽ 4-ാം തീയതി മുതൽ ഞങ്ങൾ സമരത്തിലാണ്. ഇന്നിപ്പോൾ സമയം 9-ാം തീയതി 10-ാം തീയതി. അപ്പം ഈ 6 ദിവസമായിട്ട് ഇപ്പോഴാണ് അവർക്ക് ബോധം വെച്ചത് ഇത് അനിശ്ചിതകാല സമരമാണെന്ന്. യഥാർത്ഥത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് 1333 രൂപ ദിവസ വേതനം വേണ്ടതാണ്. ആ 1330 രൂപ അനുവദിച്ചതെന്ന് കരാർ ഒപ്പിട്ടാൽ സമരം തീരും. ഞങ്ങൾ സമരം തുടങ്ങി 490 ആശുപത്രികളാണ്. ഇപ്പോൾ നിയർ അബൌട്ട് 400 ആശുപത്രികൾ എന്ത് ചെയ്തു, കരാർ ഒപ്പിട്ടു, സമരങ്ങൾ പിൻവലിച്ചു. അപ്പം എല്ലാ സ്ഥലവും ഇപ്പോൾ ആകെ ശക്തമായ സമരം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. നിലവിൽ ആരും ഒപ്പിടാൻ തയ്യാറാവാത്തൊരു അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് തയ്യാറാവാത്ത മാനേജ്മെന്റ്. പക്ഷേ ചില ചെറിയ ആശുപത്രികൾ ഇന്നും നാളെയായിട്ട് കരാർ ഒപ്പിടും. അതിനുള്ള എല്ലാ ചർച്ചകളും കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഭയം ഈ KPHA എന്ന് പറയുന്ന സംഘടന ഇവിടുത്തെ ഒരു ഗുണ്ട കൊട്ടേഷൻ സംഘമാണ്. ഏറ്റവും കൂടുതൽ ധനാഢ്യരായിട്ടുള്ള ഒരു ആളുകൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഗുണ്ടായിസമാണ് നടത്തുന്നത്. അവര് ഈ സംഘടനയെ തകർക്കുക, ഇതിന്റെ നേതാക്കന്മാരെ തകർക്കുക, ഇതാണ് അവരുടെ അജണ്ട. ഈ മേഖലയിൽ സംഘടിതമായ രൂപം ഉണ്ടാവരുത്. ഇവർക്ക് അടിമകളായിട്ടുള്ള നഴ്സുമാരെ വേണം. ശബ്ദിക്കാതെ, നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ, ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ അല്ലെങ്കിൽ BMH എന്ന കോർപ്പറേറ്റ് ആശുപത്രിന്റെ MD അദ്ദേഹം നേരിട്ട് വന്ന് ആക്രമിക്കുകയാണ്. എത്ര ദാക്ഷിണ്യം! അപ്പോൾ സാധാരണഗതിയിൽ ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇവർ അനുഭവിച്ച പീഡനങ്ങൾ എത്രമാത്രമായിരിക്കും? അപ്പോൾ ഇത്തരം ആശുപത്രിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണിത്. ഇതൊരു അതിജീവന പോരാട്ടമാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി മാന്യമായിട്ട് ശമ്പളവും മാന്യമായി തൊഴിൽ സുരക്ഷയും മാന്യമായി ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം വിജയം കാണും. ഞങ്ങൾ പറയുന്നു, രോഗികളെ ബുദ്ധിമുട്ട് ഒരു ആഗ്രഹമില്ല. ഇപ്പോൾ ഒപ്പിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ബിലിവേഴ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞു, എല്ലാവരും ജോലി കയറി. ഇവിടെ എല്ലാവരും റെഡിയാണ്. ഒരു സമരം അവസാനിച്ച വിത്തിൻ സെക്കൻഡ് ജോലിക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സന്നാഹം ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രി മാനേജ്മെന്റ് രോഗികളെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഇന്നലെ ബേബി മെമ്മോറിയൽ ഉടമ പറഞ്ഞ തൂപ്പുകാരെ വെച്ചുകൊണ്ട് നഴ്സുമാരെ എടുപ്പിച്ചാൽ രോഗികൾ അങ്ങനെ സർവൈവ് ചെയ്യും. ഇതൊരു സ്കിൽഡ് ലേബറാണ്. അദ്ദേഹം നിങ്ങളോട് പറഞ്ഞാണ് അല്ലേ, മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ തൂപ്പുകാരെ വെച്ച് നഴ്സുമാരെ എടുപ്പിക്കും. അപ്പൊ ഇത്തരം വെല്ലുവിളികളും ഇത്തരം ചികിത്സകളും നഴ്സുമാരുടെ സമരം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.